എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Queen of Wands, Page of Pentacles, Knight of Cups, Three of Pentacles, Emperor, Six of Cups. Beautiful energy. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എല്ലാ അർത്ഥത്തിനും സംതൃപ്തി നൽകുന്ന ഒരു മാസം എന്ന് തന്നെ പറയാം. ആദ്യം തന്നെ ക്വീൻ ഓഫ് വോൺസ് ആൻഡ് ത്രീ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ച ആ ഒരു പൊസിഷൻ, ആ ഒരു പോസ്റ്റ്, ആ ഒരു ഹയർ പൊസിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ ഉയരത്തിലേക്ക് എത്തുന്ന ഒരു മാസമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾ എവിടേക്കാണ് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി തരുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതം ഏത് വഴിയിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. വളരെ വലിയൊരു ക്ലാരിറ്റിയാണ് ഈ ഒരു മാസം നിങ്ങൾക്ക് കിട്ടുന്നത്. വ്യക്തത ജീവിതത്തെക്കുറിച്ച് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ കാലങ്ങളായിട്ട് കാത്തിരുന്ന ആ ഒരു പോസ്റ്റ് ലഭിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഗവൺമെൻറ് പോസ്റ്റ് ലഭിക്കുന്നതിൻ്റെ ഒരു സംതൃപ്തി ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒത്തിരി നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളവും നല്ല സമയം തന്നെയാണ്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അതായത് ഫെമിനൈൻ എനർജി വളരെ, അതായത് എപ്പോഴും സ്ത്രീകളിൽ കൂടുതലായിട്ടൊരു കെയറിങ്, ഒരു ഇമോഷൻസ്, നിങ്ങളുടെ ഇമോഷൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നല്ല കണക്ഷൻസ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു മാസം വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നല്ല ഒരു സമയമാണ്. കാരണം നിങ്ങളുടെ വികാരങ്ങൾക്ക്, നിങ്ങളുടെ മനസ്സിന് തൃപ്തി നൽകുന്ന ഒരു മാസം എന്ന് പറയാം. നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച കാര്യം നേടുന്നതിൻ്റെ ഒരു സംതൃപ്തിയും, അതുപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നൻസി സിറ്റുവേഷനാണിത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്രിയേഷൻ എന്ന് തന്നെ പറയാം. പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്ന രീതിയിൽ മാത്രമാവില്ല. ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പുതിയതായിട്ട് എന്തോ സൃഷ്ടിക്കുന്നു. അതായത് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാവാം. ആദ്യമായിട്ട് ജീവിതത്തിൽ നിങ്ങളുടെ ആ ഒരു വളരെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. എന്തോ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തോ തുടങ്ങുന്നതോ എന്തോ സംഘടനയുടെ ഭാഗമാവുന്നതോ എന്തൊക്കെയോ കാര്യങ്ങൾ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പലതും ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇവിടെ എന്നുള്ളത് കൂടിയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് കൂട്ടായിട്ട് ഒരു പക്ഷേ പലരെയും സംബന്ധിച്ചിടത്തോളം സൗഹൃദങ്ങൾ, നല്ല നല്ല സൗഹൃദങ്ങളോ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അതായത് നല്ല പോസിറ്റീവായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫാമിലി ബന്ധങ്ങളുള്ളവർ, അവരുടെ പാരൻസോ കസിൻസോ അല്ലെങ്കിൽ അവരുടെ ബ്രദർ സിസ്റ്റർ സിബ്ലിങ്സ് ഒക്കെ നിങ്ങൾക്ക് വളരെയധികം കൂടെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഈ മാസം കാണുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾക്ക് സൗഹൃദങ്ങളായിരിക്കാം. ഇപ്പോൾ ബിസിനസ്സിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമെന്ന് തന്നെ പറയാം. ലൈഫിൽ എങ്ങനെയാണ് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്, എവിടെ ജീവിതം ഏത് വഴിക്ക് പോകണം, ഇതൊക്കെ ഒത്തിരി പല കാര്യങ്ങളിലും ജീവിതത്തെക്കുറിച്ചിട്ട് വളരെയധികം ഇത്ര നാളും നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. അതായത് നിങ്ങളുടെ ചിന്താഗതി തന്നെ പാടെ മാറി മറിയുന്ന, പലരും ഫിലോസഫിക്കലായിട്ട് സാഹിത്യപരമായിട്ടോ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ, മിതമായിട്ട് സംസാരിക്കാൻ തുടങ്ങാൻ, ആവശ്യ സംഭാഷണങ്ങളില്ല, സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ, സയൻസ്, ഫിലോസഫി, അതേപോലെ സ്പിരിച്വാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് നിങ്ങൾ വാചാലരാകുന്നുണ്ടെങ്കിൽ അങ്ങനെ വളരെ നിങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംസാരങ്ങളാണ്
അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങളിലൊന്നും താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. ജോലി കാര്യങ്ങൾ ആൻഡ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാര്യങ്ങളിലൊക്കെയുള്ള സംസാരങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് എംപറർ എനർജി. പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് വളരെയധികം സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. ജോലി സംബന്ധമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ജോലിയിൽ മുന്നേറ്റവും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തടസ്സങ്ങളൊന്നും മുന്നിലില്ല എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. ഈ ഒരു മാസം സാമ്പത്തികമായിട്ട് വളരെ സാധ്യതകളുള്ള മാസമാണ് എന്ന് പറയുമ്പോഴും നിങ്ങളായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കി ആ ഒരു സ്റ്റേജിലേക്ക് വന്നതാണ്. അതായത് വെറുതെ ഒന്നും കിട്ടുന്നതോ അപ്രതീക്ഷിതമായിട്ട് മറ്റിടത്ത് നിന്നോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ധനലാഭമല്ല. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രയത്നത്തിൻ്റെ ഫലം തന്നെയാണ്, നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം തന്നെയാണ് ലഭിക്കുന്നത്. അത് പലരും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടോ മറ്റെന്തെങ്കിലും ഷെയർസോ കാര്യങ്ങളോ അത് മെച്യൂർ ആവുന്നതോ അതായത് പണം നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന സമയമാണ്. ഹാർവെസ്റ്റ് ടൈമാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം അല്ലെങ്കിൽ അധ്വാനിച്ചതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു സാഹചര്യമാണ് ഈ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നത്. പലരെയും സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ള ചിന്തകളിൽ നിന്ന് നിങ്ങൾ മാറുകയാണ്. നിങ്ങൾ ആത്മവിശ്വാസം മനസ്സിൽ വളരെയധികം കൂടുതലുള്ള ഒരു സമയമായതുകൊണ്ട് പലതും നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിരുന്ന രീതിയിലല്ല ചിന്തിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ധനലാഭം കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ ഫലം തന്നെയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള രീതിയിൽ അങ്ങനെ അല്ലെങ്കിൽ മറ്റിടത്ത് നിന്ന് അധ്വാനിക്കാത്ത രീതിയിലുള്ള പണമല്ല. അപ്പം നിങ്ങൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെറിയ സൈഡ് ബിസിനസ് ഉണ്ട്, അത് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒരു നല്ല ഫലം ലഭിക്കുന്ന തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അതിൻ്റെ ഒരു സംതൃപ്തി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. എംപറർ എനർജിയാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ പല കാര്യങ്ങളും മുന്നോട്ടേക്ക് നയിക്കുന്ന, അതായത് നിങ്ങളൊരു ലീഡർഷിപ്പ് പൊസിഷനിൽ കാണിക്കുന്നുണ്ട്. പൊളിറ്റിക്സിലൊക്കെ ഉള്ളവരാണ് എങ്കിൽ ഒരു സ്ഥാനക്കയറ്റം, ഒരു സ്ഥാനത്തേക്കുള്ള ഒരു ഉയർച്ച കാണിക്കുന്നുണ്ട്. ഒരു മെസ്കുലൈൻ എനർജിയും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫെമിനൈൻ എനർജിയും മെസ്കുലൈൻ എനർജിയും നമ്മൾ പറയും ഈ ലോകം തന്നെ യിങ് യാങ് രണ്ട് തരത്തിലുള്ള എനർജി, മെസ്കുലൈൻ ഫെമിനൈൻ അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ്, എല്ലാത്തിനും രണ്ട് തലങ്ങളുണ്ട്. ആ രണ്ട് തലം എന്ന് പറയുന്നത് ഒന്ന് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റിവിറ്റി നമ്മൾ നമ്മളിപ്പോൾ ഈഗോ എന്ന് പറയുന്ന പോലെ ഈഗോ പോസിറ്റീവും നെഗറ്റീവും അതിൻ്റെ ന്യൂട്രൽ ആയിട്ടാണ് പൊതുവെ നിൽക്കുക. അത് ഒരു ലെവലിൽ നമുക്കൊരു ഈഗോ വേണം, പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ആവരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ എവിടെയാണ് അതിർവരമ്പ് വരയ്ക്കേണ്ടത്, എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ പൊസിഷൻ, നിങ്ങളുടെ അതോറിറ്റി, നിങ്ങളുടെ കൺട്രോൾ എവിടെയാണ് കാണിക്കേണ്ടത്, നിങ്ങളുടെ പവർ കാണിക്കേണ്ട സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ ആ പൊസിഷനും പവറും കാണിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അതേസമയം അതൊന്നും കാണിക്കേണ്ടാത്തയിടത്ത് നിങ്ങൾ വളരെ സോഫ്റ്റായിട്ട് പെരുമാറുന്ന ഒരു രീതിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് കപ്സ് എനർജി, 6 ഓഫ് കപ്സ് എനർജിയാണ്. പ്രണയവും പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ ഒക്കെ ഒരു മാസം തന്നെ പറയാം. ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവാഹാദി കാര്യങ്ങളൊക്കെ വൈകുന്നവർക്ക് ഈ ഒരു മാസം വിവാഹ സാധ്യതയോ അല്ലെങ്കിൽ വിവാഹ നിശ്ചയമോ വിവാഹം ഉറപ്പിക്കലോ ഇത്യാദി കാര്യങ്ങളൊക്കെ ഈ ഒരു മാസത്തിൽ സംഭവിച്ചേക്കാം. അതേപോലെ പ്രപ്പോസൽ വരും ചില ആളുകൾക്ക്, പ്രണയം, ലവ് ലെറ്റർ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ റൊമാൻറ്റിക് പ്രപ്പോസൽസ് ഒക്കെ വരാവുന്ന സാഹചര്യവും ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വളരെ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ പോലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു മാസം ആനിവേഴ്സറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംബന്ധിച്ച് ഒരുമിച്ച് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറോ അല്ലെങ്കിൽ സന്തോഷകരമായിട്ട് വിവാഹം കഴിഞ്ഞവരാണെങ്കിലും സന്തോഷമായിട്ട് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറയാം. 6 ഓഫ് കപ്സ് എനർജിയാണ്. അതേപോലെ ഒത്തിരി മാനസികമായിട്ട് സംതൃപ്തി തരുന്ന കാര്യങ്ങൾ, അതായത് ചിലപ്പോൾ ബാല്യകാല സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ടാവാം, സ്കൂൾ കോളേജ് റീയൂണിയൻസ് അങ്ങനെ എന്തെങ്കിലും ആവാം. ഒത്തിരി നാളുകൾക്ക് ശേഷം നിങ്ങളുടെ കൂടെ നിങ്ങൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളിടത്തെ കൂടെ ജോലി ചെയ്ത വ്യക്തികളായിരിക്കും. നിങ്ങൾക്ക് മാനസികമായിട്ട് അടുപ്പമുണ്ടായിരുന്ന, ഒരു കാലത്ത് നല്ല അടുപ്പമുണ്ടായിരുന്നു, പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയിട്ടുള്ള വ്യക്തികൾ വീണ്ടും തിരിച്ച് കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒത്തിരി ഹാപ്പി ആയിട്ടിരിക്കുന്ന, ഒത്തിരി സന്തോഷമായിട്ടിരിക്കുന്ന ഒരു അവസരം ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓർമ്മകളിലേക്കൊക്കെ തിരിച്ചു പോകാനും ഓർമ്മകൾ പങ്കുവയ്ക്കാനും ഒക്കെയുള്ളൊരു സന്തോഷകരമായിട്ടുള്ള
ഒരു അന്തരീക്ഷം എന്ന് തന്നെ പറയാവുന്ന ഒരു സമയം കൂടി ഈ ഒരു മാസത്തിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.